ഗുഡ് മോർണിംഗ് മിൻ ചേച്ചി. ഗുഡ് മോർണിംഗ് മോളെ, എന്തൊക്കെയാ വിശേഷം? സുഖം. എന്തൊക്കെയുണ്ട്? നല്ല വിശേഷം. രാവിലെ എന്തോ കഴിച്ചു? രാവിലെ ഞാനിന്ന് കഴിച്ചത് കഞ്ഞിയും പയറും. കഞ്ഞിയും പയറും? രാവിലെ കഞ്ഞിയും പയറും കഴിക്കൂ? പിന്നെ കഞ്ഞിയും പയറും ഒരു പ്രോട്ടീൻ അല്ലേ, അത് നമുക്ക് എപ്പോഴും വേണമെങ്കിലും കഴിക്കാം. ഏറ്റവും നല്ലൊരു ഫുഡാണ് കഞ്ഞിയും പയറും. അതേപോലെ പഴങ്കഞ്ഞി, നമ്മൾ രാവിലെ പഴങ്കഞ്ഞി തൈരൊക്കെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലൊരു ഫുഡാണ്. പ്രോബയോട്ടിക്കാണ്, നല്ല ബാക്ടീരിയ നമ്മുടെ വയറ്റിൽ ഉണ്ടാക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇന്ന് നമുക്ക് ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റി സംസാരിക്കാം. ശരിയാണ്, അത് നല്ല ടോപ്പിക്കാണ്. ഇന്ന് പറയാം നമുക്ക്. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അപ്പം മോക്കറിയാവുന്ന കാര്യങ്ങൾ മോളും പറയാം. ഓക്കെ. അപ്പോൾ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീറ്റ പാടെ 2 ഗ്ലാസ് വെള്ളം കുടിക്കണം വെറും വയറ്റിൽ. അത് നല്ല കുറഞ്ഞത് 1 ഗ്ലാസ്, പല്ല് തേക്കാതെ തന്നെ കുടിക്കുന്നതാണ് നല്ലതെന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കണ മരുന്നുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൈറോയിഡിൻ്റെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കഴിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ഈ പറഞ്ഞ പോലെ പഴങ്കഞ്ഞിയോ കഞ്ഞിയോ നമുക്ക് എന്താണ് സുലഭം, ഇഡലി, സാമ്പാർ, ചട്നി, ഇതൊക്കെയെന്ന് വെച്ചാൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്, സ്റ്റീം ഫുഡാണ്. ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെയാണ്. പിന്നെ ഏത്തപ്പഴം പുഴുങ്ങിയതോ അതൊക്കെ കഴിക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ടും എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ കിങ്ങിനെ പോലെ കഴിക്കണമെന്നാണ് പഴയ ആൾക്കാർ, ഡോക്ടേഴ്സും ഒക്കെ പറയുന്നത്. കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് ഒരു ദിവസത്തെ ഫുള്ള് കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കിങ്ങിനെ പോലെ കഴിക്കണമെന്നാണ് പറയുന്നത്. ഓക്കെ ചേച്ചി, പിന്നെ ധാരാളം വെള്ളം കുടിക്കണം, പിന്നെ അതിൻ്റെ കൂടെ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അതൊക്കെ ആഡ് ചെയ്യുന്നതും നല്ലതല്ലേ? തീർച്ചയായിട്ടും അത് ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. ഓക്കെ ചേച്ചി, താങ്ക് യു. വെൽക്കം മോളെ.